അയ്യപ്പനോടെ ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാണ് നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കും. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. നമസ്തേ. അത്യന്തം അധിക്ഷേപകരമായ ഒരു പരാമർശം ചെയ്യുന്ന വീഡിയോ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. സണ്ണി കപ്പിക്കാട് എന്ന വ്യക്തി അയ്യപ്പസ്വാമിയെ അങ്ങേയറ്റം ഹീനമായ നിന്ദ്യമായ പദപ്രയോഗങ്ങളിലൂടെ സകല ഭക്തജനങ്ങളുടെയും വികാരത്തെ വ്രണപ്പെടുത്തും വിധം പരാമർശിച്ചിരിക്കുകയാണ്. ജനകോടികളുടെ ആരാധ്യമൂർത്തിയാണ് അയ്യപ്പൻ. ലോകം മുഴുവനുള്ള ദക്ഷിണ ഭാരതീയർ മാത്രമല്ല, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ഭക്തന്മാർ ദർശനം ചെയ്യുന്ന ശബരിമല, അതുപോലെ കേരളത്തിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഭജനമഠങ്ങളിലെല്ലാം ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് അതിഹീനമായ പദപ്രയോഗമാണ്, ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത പദപ്രയോഗമാണ് സണ്ണി കപ്പിക്കാട് എന്നുള്ള വ്യക്തി ചെയ്തിട്ടുള്ളത്. മാളികപ്പുറത്ത് അമ്മ, ലോകമാതാവായി നാം മാനിക്കുന്ന അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനത്ത് നമ്മൾ ആരാധിക്കുന്ന ഭഗവതി, ആ ഭഗവതിയെയും അയ്യപ്പനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പുള്ളിയുടെ പിൻവശത്താണ് മാളികപ്പുറത്തമ്മയുടെ ഇരുത്തം. അഥവാ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഇല്ലാതാകും. ബലാത്സംഗ വീരനായ അയ്യപ്പൻ എന്ന് പരാമർശിച്ചുകൊണ്ട് അങ്ങേയറ്റം നിന്ദ്യമായ പദപ്രയോഗങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച തുഞ്ചത്ത് ആചാര്യൻ്റെ പേരിലുള്ള സ്ഥലത്ത്, തുഞ്ചൻ പറമ്പിൽ, മലയാളം സർവകലാശാലയുടെ ഭാഗമായിട്ട് ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഹീനമായ പദപ്രയോഗം ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയാത്തൊരു പദപ്രയോഗമാണത്. ഒറ്റ ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ലോകത്തിലെ മറ്റേതെങ്കിലും മതവിശ്വാസികളെ, അവരുടെ പൂജാബിംബങ്ങളെ, അവരുടെ ആരാധ്യ ദേവതകളെ, അവരുടെ ബഹുമാന്യ സങ്കല്പങ്ങളെ ഇത്തരം നിന്ദ്യമായ പദാവലികളെ കൊണ്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരിക്കലും പാടില്ല. നമ്മൾ ഒരിക്കലും ഇതര മതങ്ങളിലെ പൂജ്യബിംബങ്ങളെ നിന്ദിക്കണമെന്നല്ല പറഞ്ഞത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല. പക്ഷെ ചോദിക്കാനുള്ളത്, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. എന്ത് പറഞ്ഞാലും ഹിന്ദു സമൂഹം അത് ഒരു പ്രതികരണമില്ലാതെ കേട്ടിരിക്കുന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഏതായാലും ഭക്തജനങ്ങൾ വിശ്വാസം വ്രണപ്പെട്ടെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രതികരിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ അതിലുപരി വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ പരമാവധി നമ്മുടെ വികാരത്തെ വ്രണപ്പെടുത്തിയതിന്, ദേവതാസങ്കല്പത്തെ നിന്ദിച്ചതിന് കേസ് കൊടുക്കേണ്ടതാണ്. അതിലുപരിയായിട്ട് അയ്യപ്പ സങ്കല്പത്തെ ആരാധിക്കുന്ന മുഖ്യ സങ്കേതം ശബരിമല, ആ ശബരിമലയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നിശ്ചയമായും ദേവസ്വം ബോർഡ് ഈ ഒരു ഹീനമായ അകൃത്യത്തിനെതിരായി ശക്തമായ നിയമ നടപടി എടുക്കണം, പരാതി കൊടുക്കണം, കൊടുത്തേ മതിയാവും. കാരണം അയ്യപ്പ സങ്കല്പം കൊണ്ടാണല്ലോ നിങ്ങളുടെ വലിയൊരു വരുമാനം പ്രതിവർഷം സംഭവിക്കുന്നത്. അതുപോലെ ഇത്തരം അധിക്ഷേപകരങ്ങളായ നിയമവിരുദ്ധങ്ങളായ പരാമർശങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉചിതമായ നടപടി ഉണ്ടാവണം. അതിനായിക്കൊണ്ടുള്ള സമ്മർദ്ദം സമൂഹത്തിൽ നിന്നുണ്ടാവണം.
എന്ത് അധിക്ഷേപകരമായ പരാമർശം ചെയ്ത ശേഷവും മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തെറ്റിപ്പോയി മാപ്പ് എന്നൊന്നും അല്ല ഇതിന് വേണ്ടത്, നിയമ നടപടി തന്നെയാണ്. ആ ദിശയിൽ നമുക്ക് ഉയർന്ന് മുന്നേറാൻ കഴിയട്ടെ. എന്ത് അധിക്ഷേപകരമായ വാക്യങ്ങളും ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ച് ആർക്കും പറയാം എന്നുള്ള അവസ്ഥ മാറിയേ മതിയാവും. അതിനുള്ള ജാഗ്രത നമ്മുടെ സമാജത്തിൽ ഉണ്ടാവട്ടെ. ഇത് ഏതായാലും അല്പമെങ്കിലും വിവരമുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ഒരു പരാമർശം ഉണ്ടാവില്ല. പക്ഷേ അത് വിവരമില്ലായ്മയായിട്ട് തള്ളിക്കളയാൻ വയ്യ, ബോധപൂർവമായ അവഹേളനമായിട്ട് എടുക്കാനേ കഴിയൂ. ഏതായാലും കുറച്ച് കടന്നുപോയി ഈ പ്രയോഗം എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞേ മതിയാവും. അതിനുള്ള നിയമ നടപടികൾ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ. നമസ്കാരം.